പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നമുക്കിന്ന് നൂതന ചിന്താമേഖലയിലെ പ്രതിഭാശാലിയായ ഒരു അമേരിക്കൻ എഴുത്തുകാരനായിരുന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിക്കുക സമ്പന്നരാകുക എന്ന പുസ്തകത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഒഴിവ് കഴിവുകൾ കൊണ്ട് പരാജയത്തിനെ സാധൂകരിക്കാനാവാത്തതുപോലെ ഏതൊരു വിജയത്തിനും ക്ഷമാപണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ശരിയെങ്കിൽ, നിങ്ങളതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ വെച്ച കാൽ മുന്നോട്ട് തന്നെ വെക്കുക, അത് ചെയ്തെടുക്കുക. നിങ്ങളുടെ താൽക്കാലിക വീഴ്ചകൾ നിരീക്ഷിച്ച് ചുറ്റുമുള്ളവർ എന്തു പറയുമെന്ന ആശങ്ക ദൂരെ കളഞ്ഞ് സ്വപ്ന സാക്ഷാത്കാരം മാത്രം ലക്ഷ്യം വെക്കുക. നമ്മുടെ ചുറ്റുമുള്ളവർ അറിയാത്ത ഒരു കാര്യമുണ്ട്: ഓരോരോ തോൽവിയും തുല്യമൂല്യമുള്ള വിജയത്തിൻ്റെ വിത്തുകളാണ്. നിർധനനായ ഹെൻറി ഫോർഡ് മൃഗങ്ങളെ കെട്ടാത്ത യാന്ത്രികമായി ചലിക്കുന്ന വണ്ടികളെ സ്വപ്നം കണ്ട് കൈമുതലായ കഴിവുകളും ഉപകരണങ്ങളും വെച്ച് അനുകൂലമായ സന്ദർഭത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു. ഇപ്പോൾ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്ന പെട്രോൾ വണ്ടികൾ ഈ സ്വപ്നം സഫലമായതിൻ്റെ തെളിവാണ്. ഇനി ഒരാൾക്കും അവതരിപ്പിക്കാനാവാത്തത്ര ചക്രങ്ങൾ ഈ ലോകത്ത് ഫോർഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിന് സ്വന്തം സ്വപ്നങ്ങളിൽ വിശ്വാസമർപ്പിക്കാൻ ഒട്ടും മടിയില്ലായിരുന്നു എന്നത് മാത്രമാണ്. വിദ്യുച്ഛക്തിയെക്കൊണ്ട് തെളിയുന്ന വിളക്ക് സ്വപ്നം കണ്ടു തുടങ്ങിയ തോമസ് എഡിസണ് 10,000-ലധികം പിഴവുകൾ ഉണ്ടായെങ്കിലും സ്വപ്നം പ്രായോഗികമാക്കാനുള്ള പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തുനിയുന്നവർ ലക്ഷ്യപ്രാപ്തിക്ക് മുമ്പേ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിയാറില്ല. സിഗാർ വിൽക്കുന്ന കടകളുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ മോഹം കൊണ്ട് നടന്നിരുന്ന ജോർജ് വീലൻ പ്രതിബന്ധങ്ങളുണ്ടായിട്ടും തൻ്റെ സ്വപ്നത്തിന് ജീവൻ നൽകുകയും യുണൈറ്റഡ് സിഗാർ എന്ന പേരിൽ നിരവധി കടകൾ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ആരംഭിക്കുകയുണ്ടായി. അടിമത്തത്തിൽ നിന്നും കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനം എബ്രഹാം ലിങ്കൻ മനസ്സിൽ കാലങ്ങളായി കാത്തു സൂക്ഷിച്ച തീവ്രമായൊരു അഭിലാഷമായിരുന്നു. മോഹ സാക്ഷാത്കാരത്തിന് വേണ്ടി അവിരാമം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് സമഗ്രമായ ആ മാറ്റം അമേരിക്ക പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. റൈറ്റ് സഹോദരന്മാർ കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള വായുവിൽ കൂടെ പറക്കുന്ന വാഹനമൊന്നിനെ കിനാവ് കണ്ട് അത് പ്രാവർത്തികമാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. ലോകത്തിലെങ്ങും വായുവിൽ പാറിപ്പറക്കുന്ന വിമാനങ്ങൾ സ്വപ്നം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നു. ആളിക്കത്തുന്ന മോഹവും മോഹസാക്ഷാത്കാരത്തിനുള്ള വെമ്പലുമാണ് സ്വപ്നവിഹാരിയുടെ ആദ്യ കാലടി വെപ്പുകൾ. അനാസ്ഥ, മടി എന്നിവയുടെ സാന്നിധ്യം സ്വപ്നങ്ങൾ ഉണ്ടാവുന്നതിനെ തടയുന്നു. ഇന്നത്തെ ലോകം സ്വപ്നം കാണുന്നവരെ പുച്ഛിച്ച് തള്ളാറില്ല. പ്രായോഗിക ബോധമില്ലാത്തവരെന്ന് അവരെ മുദ്ര കുത്താറുമില്ല. നിങ്ങൾ അങ്ങനെ കരുതുന്നുവെങ്കിൽ ടെന്നസിയിലേക്ക് ഒരു യാത്ര നടത്തുക. അവിടെ ചെന്ന് ജലത്തിൻ്റെ ചാലകശക്തിയെ എങ്ങനെ മെരുക്കിയെടുക്കാം എന്ന് സ്വപ്നം കണ്ട് നടന്ന അമേരിക്കൻ പ്രസിഡൻറ്റിന് എന്ത് ചെയ്തെടുക്കാനായി എന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. 2 പതിറ്റാണ്ട് മുന്നേ ഇത് ശുദ്ധ ഭ്രാന്തായി മാത്രമേ കണക്കിലെടുക്കുമായിരുന്നുള്ളൂ. നിങ്ങൾ ഹതാശനാണോ? സാമ്പത്തിക തകർച്ചയാൽ നിങ്ങൾ പരാജിതനാണോ? നിങ്ങളുടെ ഹൃദയം പൊട്ടിത്തകർന്ന് അതിൽ നിന്ന് രക്തം പൊടിയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുവോ? ധൈര്യം സംഭരിക്കൂ. ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളുടെ ചേതനയുടെ ഔന്നത്യം എടുത്തു കാണിക്കുന്ന അമൂല്യമായ നിധികളാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം മനോഹരമായ വാചകങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.